ഈ സിനിമ നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ട്? വിക്രം മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 2-3 വർഷം സമയമെടുത്ത് ഒരു ഹെവി വെയിറ്റ് പടം ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തതായി അദ്ദേഹം എന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത ഒരു ലൈറ്റ് വെയിറ്റ് പടമായിരിക്കും. അങ്ങനെ ഐ എന്ന ഹെവി വെയിറ്റ് പടത്തിന് ശേഷം അദ്ദേഹം ചെയ്തൊരു സിനിമയായിരുന്നു 10 എൺപതുക്കുള്ള. ഞാൻ ഈ സിനിമ ഓർത്തിരിക്കാനുള്ള കാരണം 2015 സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരുന്നു എന്റെ ഫൈനൽ ഇയർ റിസൾട്ട് വരുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഈ സിനിമകളിലെ പാട്ടുകളും റിലീസ് ആവുന്നത്. സോ ആ സമയത്ത് ഞാൻ കേട്ടിരുന്നത് ഈ സിനിമയിലെ പാട്ടുകളാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു മെമ്മറിയിലേക്ക് തിരികെ പോകും. നമ്മളിൽ മിക്കവർക്കും അങ്ങനെ ചില സിനിമകൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് റിലീസായ സിനിമകളോ പാട്ടുകളോ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിനിമയായിരുന്നു ഇത്. ഇനി പടത്തിലേക്ക് വരികയാണെങ്കിൽ വിക്രം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരുപാട് കാഞ്ഞൊന്നും തലപോകിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സിമ്പിൾ എന്റർടൈനർ. വേണമെങ്കിൽ ഒരു റോഡ് മൂവി എന്നും നമുക്കിതിനെ വിളിക്കാം. അല്ല, വേണമെങ്കിലല്ല, ഇതൊരു റോഡ് മൂവി തന്നെയാണ്. സിമ്പിൾ സ്റ്റോറി ലൈനാണ് പടത്തിന്റേത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ട്വിസ്റ്റും ഇതിനകത്തുണ്ട്. അപ്പൊ ആകെ മൊത്തം പറഞ്ഞ ഇതിലെ നായകന്റെ ഇൻട്രൊഡക്ഷൻ സീനും പിന്നെ ക്ലൈമാക്സിലെ ചില സംഭവങ്ങളും ഇത്തിരി കത്തിയായിരുന്നു. അത് 2-3 മാറ്റി വെച്ചാൽ സംഗതി ഒരു ഡീസന്റ് വാച്ച് തന്നെയാണ്. പിന്നെ ഇതിലെ സോങ്സ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. അതിൽ ആദ്യത്തേത് നായകന്റെ ഇൻട്രൊഡക്ഷൻ സോങ്, നമ്മുടെ വിരാട് കോഹ്ലിയുടെയും കമൽഹാസന്റെയും ഒക്കെ ഒരു റെഫറൻസ് വരുന്ന ഒരു സോങ്. നൈസ് ആയിരുന്നു അത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നായകനും നായികയും യാത്ര ചെയ്യുമ്പോൾ വരുന്ന ഒരു മെലഡിയും ഉണ്ട്. കൂട്ടത്തിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ്. സോ നിങ്ങൾ ചുമ്മാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.